ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് മുഹമ്മദ് ഇഷാം. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കോണ്ടന്റ്സ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും വാട്ട് ഈസ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇതിൻ്റെ ടെർമിനോളജീസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബ്രോഡ്നെസ്സിനെ കുറിച്ചൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ബ്രോഡായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു വൈഡ് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിനെ എത്രത്തോളം സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ ആൾക്കാരിലേക്ക് അതുപോലെ തന്നെ യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം മെയിൻലി നമ്മുടെ ഈ ഒരു ചാനലിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അത് സ്മോൾ മീഡിയം ലാർജ് ആർക്കാലും എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ഒരു കോണ്ടന്റ്സ് ആയിരിക്കും നമ്മുടെ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ്, കാരണം ഈ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഒരുപാട് പുതിയ ടെക്നോളജികളും ടൂൾസൊക്കെ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എവർ ചേഞ്ചിങ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിൽ വരുന്ന പുതിയ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസ് ന്യൂസൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ ആരാന്ന് വെച്ചാൽ ചെറിയ സ്റ്റാർട്ടപ്പ് ഓണേഴ്സൊക്കെ. കാരണം സ്റ്റാർട്ടപ്പിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ടൂളും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു കാറ്റഗറി ആൾക്കാരെ ആരൊക്കെ എന്ന് വെച്ചാൽ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് പ്രൊഫഷൻസ്. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഇപ്പോഴത്തെ കാലത്ത് പ്രസന്റ് ട്രെൻഡിനനുസരിച്ച് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓർ സെയിൽസ് ആളുകൾക്ക് മാത്രമല്ല ഇത് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ ഈവൻ ഫൈനാൻസ് പ്രൊഫഷൻ ആയാലും, ഈവൻ ഇവർ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും, നിങ്ങൾക്കൊക്കെ മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ട് നിങ്ങളുടെ കരിയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയിൻലി മാർക്കറ്റിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്താണ് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ പറഞ്ഞ് കഥ നീളാതെ നമുക്ക് മെയിൻലി ആ പോയിന്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, മെയിനായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 കാരണങ്ങളാണ്. ഏതൊക്കെയാണ് ഈ 5 കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ 5 മെയിൻ ആയിട്ടുള്ള കാരണങ്ങളിലെ ഫസ്റ്റ് വൺ ഈസ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഐഡിയാസ്. അതായത് നിങ്ങളൊരു കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ, ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഒരു പ്രൊഡക്റ്റ് ഐഡിയ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ മാർക്കറ്റിന്റെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡൊക്കെ അനുസരിച്ചായിരിക്കും. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കസ്റ്റമറിന്റെ നീഡ് അതിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഒക്കെ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് മാർക്കറ്റിംഗ് ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടു ബൂസ്റ്റ് യുവർ സെയിൽസ്. അത് പിന്നെ വളരെ പോപ്പുലറായ ഒരു അഭിപ്രായമാണ് ഈ മാർക്കറ്റിംഗിന്റെ ഒരു യൂസേജിനെ കുറിച്ച്. ഓക്കെ, കാരണം നിങ്ങളുടെ കമ്പനിയിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഈ 2 വേർഡും നമ്മൾ ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ബട്ട് ഇതിൽ വേറൊരു ഇഷ്യൂ അല്ലെങ്കിൽ കൺസേൺ ഉള്ള എന്താന്ന് വെച്ചാൽ ഒരുപാട് കമ്പനീസ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ പെർസീവ് ചെയ്യാണ്. ബട്ട് ആക്ച്വലി അത് അങ്ങനെയല്ല. മാർക്കറ്റിംഗ് ഈസ് ഡിഫറെന്റ്, സെയിൽസ് ഈസ് ഡിഫറെന്റ്, ആൻഡ് മാർക്കറ്റിംഗ് ഈസ് ദ ഹോളിസ്റ്റിക് അപ്രോച്ച്. അത് മാർക്കറ്റിംഗിന്റെ അണ്ടറിൽ വരുന്ന ഒരു പാർട്ട് മാത്രമാണ് സെയിൽസ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഇത് ബ്രോഡാണ് ഈ മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്, ഫോർ എക്സാമ്പിൾ ബ്രാൻഡിങ്, അതുപോലെ കസ്റ്റമർ റിലേഷൻഷിപ്പ്, കസ്റ്റമർ ആഫ്റ്റർ സർവീസ്, പ്രൊമോഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, കോപ്പി റൈറ്റിംഗ്, അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെ ഒരുപാട് മേഖലകൾ അടങ്ങിയിട്ടുള്ള ഒരു ബ്രോഡാണ് നമ്മുടെ മാർക്കറ്റിംഗ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, ടു ബൂസ്റ്റ് സെയിൽസ്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ പുതിയ ഒരു ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മുടെ മാർക്കറ്റിംഗും അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസ് ചാർട്ടൊക്കെ വെച്ചിട്ടാണ് ഒരുപാട് കമ്പനീസ് വേൾഡ് വൈഡ് അവരുടെ ഡിസിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെരി റീസെന്റ് എക്സാമ്പിൾ വെച്ച് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ ഒക്കെ ഉണ്ടായതിനു ശേഷം ഒരുപാട് കമ്പനീസ് ബോയ്ക്കോട്ട് ദീസ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരു ടാഗ് ലൈൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഹാഷ് ടാഗ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ.
അപ്പോൾ ആ ഒരു സംഭവത്തിനൊക്കെ ശേഷം ഒരുപാട് കമ്പനീസ് മനസ്സിലാക്കാൻ തുടങ്ങി എന്താണ് മാർക്കറ്റിലുള്ള ഇപ്പോഴത്തെ ഒരു ഇമോഷൻ എന്താ വെച്ചാൽ ബോയ്ക്കോട്ട് ദീസ് പ്രൊഡക്ട്സ്, അതായത് ബോയ്ക്കോട്ട് പെപ്സി, കൊക്കക്കോള, ഇങ്ങനെ കുറച്ചൊക്കെ എക്സാമ്പിൾസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഒരുപാട് അവരുടെ സെയിൽസിൽ ഇത് വളരെ എന്താ പറയുക നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പുതിയൊരു ഡിസിഷൻസ് ഒക്കെ മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാർക്കറ്റിലെ സ്റ്റഡിയും അതുപോലെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനാലിസിസ് ഒക്കെ നടത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്, ടു മേക്ക് ഡിസിഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ പോയിന്റ് ആണ് ടു സ്റ്റഡി യുവർ കോമ്പറ്റീറ്റർ. ഈ ഒരു പോയിന്റ് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിനെ പഠിക്കുക, അതുപോലെ തന്നെ അവരുടെ എന്തൊക്കെയാണ് വീക്ക്നെസ്സും അതുപോലെ അവരുടെ അഡ്വാൻറ്റേജസ് ഒക്കെ പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് ടൂൾസും ഒരുപാട് ടെക്നോളജീസൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ഒരു സംഭവത്തിനൊക്കെ മെയിനായിട്ട് ലീഡ് ചെയ്യേണ്ട, നമ്മൾ നോക്കേണ്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് നോളജിന്റെ ബേസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ പഠിക്കാനും അതിനനുസരിച്ചുള്ള ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുക. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് ടു സ്റ്റഡി യുവർ കോമ്പറ്റീറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഫോർ ബ്രാൻഡ് അവയർനെസ്. ഓക്കെ, ഈ ബ്രാൻഡ് ആൻഡ് ബ്രാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് വരും വീഡിയോയിലൂടെ ഒരുപാട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനീന്റെ ബ്രാൻഡിനെ കുറിച്ച് മറ്റുള്ള നമ്മുടെ ജനറൽ പബ്ലിക് ആയാലും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും ഒക്കെ അറിയാൻ പോകുന്ന ഒരു കാര്യം, അത് കാരണമാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലൊരു കമ്പനി ഉണ്ട്. ഓക്കെ, ഈ കമ്പനിയെ കുറിച്ച് നിങ്ങൾ ഫസ്റ്റ് അറിയാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വേറെ നിങ്ങൾ അയൽവാസി അല്ലെങ്കിൽ നിങ്ങൾ നാട്ടുകാരനെ പറയുന്നതായിരിക്കും. ഓക്കെ, വേർഡ് ഓഫ് മൗത്ത് ആണ് ഇതിന് പറയുന്ന പേര്. ഈവൻ ഈ വേർഡ് ഓഫ് മൗത്തിലും നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോയാൽ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അഗൈൻ ഈ ഒരു കാര്യവും മാർക്കറ്റിങ്ങിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന സബ്ജക്റ്റുകളാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു കമ്പനി നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ചീപ്പസ്റ്റ് ഉദ്ദേശിച്ചത് അവിടെ റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അല്ലാതെ കംപ്ലീറ്റ്ലി അങ്ങനെ ചീപ്പസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഈവൻ ദോ നമ്മൾ ആ ഒരു കമ്പനീസിന്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ഷോട്ടിൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ഇതിനെക്കുറിച്ച് വരാൻ പോകുന്ന വീഡിയോയിലൂടെ പറയാൻ നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ കമന്റ്സ് രൂപത്തിൽ എന്തായാലും അറിയിക്കണം. കാരണം ഇനി മുന്നോട്ട് ഞാൻ ഒരുപാട് ഇതുപോലെ കണ്ടന്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് റീഷേപ്പ് ചെയ്ത് പുതിയ കുറച്ച് ക്വാളിറ്റിയിലെ കണ്ടന്റ്സ് ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എനിവേ എന്തായാലും നമുക്ക് അടുത്ത വരാൻ പോകുന്ന കോണ്ടന്റ്സിലോ അല്ലെങ്കിൽ വീഡിയോസിലൂടെയൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിവേ ഗുഡ് ബൈ.